दिलों से अच्छा तेरी याद ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാഹോസ് വ്ലോഗ്. എൻ്റെ പേര് ഷാഹിന. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. നിങ്ങളിപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടായിരിക്കും. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഒരു BA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എക്സാം, ക്ലാസ്, പിന്നെ ഏറ്റവും വലിയ കാര്യം മടി. ഓക്കെ, അപ്പം എൻ്റെ മടിയെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. എനിക്ക് വർക്കായതും വർക്ക് ആവാത്തതും ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് കിടന്നാലോ. നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് ഏതാ? ഫേസ് വാഷ്. ഞാൻ യൂസ് ചെയ്യുന്നത് എത്തിഗ്ലോൻ്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ്. നല്ല ഫേമസ് ആയിരുന്നു. അങ്ങനെ വീഡിയോസ് കണ്ടു തന്നെയാണ് ഞാനും വാങ്ങിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയ 2 ആഴ്ചയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ യൂസ് കുറച്ചു. എന്ന് പറയുമ്പോൾ 2 times a day മാറ്റി 1 time ആക്കി മാറ്റി. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അവളുടെ അത്യാവശ്യം ടാനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതുവരെ അതിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചിലപ്പം വരുമായിരിക്കും. സ്കിൻ കെയറിൽ നമ്മൾ സെക്കൻഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫേസ് സീറം. ടോണർ യൂസ് ചെയ്യുന്നവരുണ്ട്, അതിനോ. പക്ഷെ ഞാൻ ടോണർ എന്ന് പറയുന്ന സാധനം ഇതുവരെ വാങ്ങിയിട്ടുമില്ല, യൂസ് ചെയ്തിട്ടുമില്ല. ഇന്ന് ഡെർമാക്കോന്റെ 10% വിറ്റാമിൻ C സീറമാണ്. ഇത് നല്ല ഫേസ് സീറം ആണെന്ന് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല രീതിക്ക് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ടാൻ മാറിയ പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ഇത് ഞാൻ റീസെന്റ് ആയിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. സെൻട്രലയുടെ ഒരു സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ പറ്റിയ അത്യാവശ്യം നല്ലൊരു സീറാണ്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ മോയ്സ്ചറൈസേഴ്സ്. ഇതിൽ 2 മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതും ഒരുപാട് തവണ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതും ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസർ ആണ്. അടുത്തത് ഈ ബോഡി ഓഫ് ജോസിന്റെ മോയ്സ്ചറൈസർ ആണ് ഗൈസ്. ഇത് എനിക്ക് സെൻട്രലയുടെ സീറം ഗിഫ്റ്റ് ചെയ്ത അതേ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസറും ഗിഫ്റ്റ് ചെയ്തത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് അത്യാവശ്യം ഓയിലി സ്കിൻ ആണല്ലോ. ഞാനിത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് 2 തവണ യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഗ്രീസി ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നി. അപ്പം ഇത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഫേസ് വാഷ് കഴിഞ്ഞു, സീറം കഴിഞ്ഞു, മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി എന്താ? സൺസ്ക്രീൻ. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്കോലോജിക്കയുടെ ഇല്ലുമിനേറ്റ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇത് SPF 50+ ഉണ്ട്, PA++++ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്ത് ഏറെക്കുറെ ഇത് കഴിയാറായി. എന്നിട്ടും എനിക്കിത് വലിയ ഉപകാരമുള്ളതായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തത് അക്കോലോജിക്കയുടെ തന്നെ വിറ്റാമിൻ C വേരിയന്റിൽ വരുന്ന ആ ഒരു യെല്ലോ ബോട്ടിലുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ആയിരുന്നു ഗൈസ്. ഇത് ഞാനിപ്പോൾ തന്നെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിത് പറ്റുന്നില്ല. ഇതിട്ടിട്ട് ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ ആ വിറ്റാമിൻ സിയുടേതാകുമ്പം അതിടുമ്പം ഒരു ഗ്ലോയി ഡ്യൂയി ഒരു ലുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടാനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് അത്ര പിടിച്ചില്ല ഗൈസ്. ലിപ് ബാമിന്റെ കാര്യത്തിൽ എൻ്റെ കയ്യിലുള്ളത് ഇന്റർനെറ്റിൽ വൈറലായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ലിപ് ബാംസ് ആണ്. ഒന്ന് വിഷ് കെയറിന്റെ ലിപ് ബാം, ടിൻറ്റഡ് ലിപ് ബാം, ആൻഡ് ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ ടിൻഡ് ഇല്ലാത്ത ലിപ് ബാം. ഈ ലിപ് ബാമിനെ പറ്റി ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് അപ്ലൈ ചെയ്യുമ്പം അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യും പോലെയോ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പിരിപിരിന്ന് നിൽക്കും പോലെ എനിക്ക് തോന്നും. പക്ഷെ ഇതെനിക്ക് അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ വാങ്ങാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1, കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. 2, എൻ്റെ ഫ്രണ്ട്സിൽ 2-3 പേര് ഈ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരത് കോളേജിൽ കൊണ്ടുവരും. കോളേജിൽ കൊണ്ടുവന്ന് അത് ഇട്ടിട്ട് എനിക്കും വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പം ലാസ്റ്റ് എൻ്റെ ഫിയാൻസെ വാങ്ങിയ സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഞാൻ അങ്ങനെ ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ഇനി എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.